ഹലോ യൂട്യൂബ്, വെൽക്കം ടു അദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് 2026 ഡോമിനാർ 400 പറ്റിയാണ്. ഡോമിനാർ 350, യെസ്, ഇതും 350cc ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ വണ്ടിയുടെ കംപ്ലീറ്റ് വിശേഷം ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ടിൽ ഓൺ റോഡ് പ്രൈസ്, പിന്നെ ലോസ് ഡൗൺ പേയ്മെൻറ്റ്, പിന്നെ പവർ ഫിഗേഴ്സിൽ വന്ന മാറ്റങ്ങൾ, പിന്നെ ഞാൻ കുറച്ച് ഓടിച്ചായിരുന്നു. അതിൽ നിന്ന് എനിക്ക് തോന്നിയ കുറച്ച് ഫീഡ്ബാക്ക് കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യാം. സോ അതിന് മുന്നേ തന്നെ ബിഗ് താങ്ക്സ് ടു പോപ്പുലർ ബജാജ് എളംകുളം. അവരാണ് ഈ ഒരു വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടോ, അതായത് ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ ബുക്കിങ്ങോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, മെയിൻ മാറ്റം നിങ്ങൾക്ക് ഓബ്വിയസ്ലി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 400cc, അതായത് 371cc-ന്ന് 349cc ആയി. സോ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നമുക്ക് സെപ്റ്റംബർ 2025 GST റീഫോം വന്നായിരുന്നു. സോ സ്ലാബുകളിൽ മാറ്റം വന്നു. പ്രീവിയസിൽ ഉണ്ടായിരുന്ന 5, 12, 18, 28 എന്നുള്ള സ്ലാബ് മാറ്റിയിട്ട് 0, 5, 18, 40 എന്നീ സ്ലാബുകളിലേക്ക് മാറ്റി. സോ ഒരുപാട് ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ കാറുകളുടെയൊക്കെ വില കുറഞ്ഞു, ഒരുപാട് ഗുണമുണ്ട്. പിന്നെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. ഐ മീൻ GST എടുത്ത് കളഞ്ഞു. ഐ തിങ്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും GST ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടായി. പക്ഷെ പണി കിട്ടിയത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർ, ലൈക്ക് ഒരു പ്രീമിയം ബൈക്ക് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 400cc ബൈക്ക് ഓൺ ചെയ്യണം, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ് പണി കിട്ടിയത്. സോ ഇത് ആ ഒരു കാറ്റഗറിയിലായിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത്. ഇത് 371cc ആണ്. സോ 350+ ആണ്. പ്രീവിയസിൽ അട്രാക്ട് ചെയ്യുന്നത് ഏകദേശം 40% ടാക്സ് ആണ്. സോ 350cc താഴെയുള്ള വണ്ടികൾക്കാണെങ്കിൽ വെറും 18% മാത്രമേ ഉള്ളൂ. സോ ആ ഒരു GST ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബജാജ് അവരെ ട്രയംഫ് ആയാലും KTM ആയാലും എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ 350cc ആയിട്ട് കുറച്ചത്. നിങ്ങൾക്ക് ഇൻ കേസ് അറിയില്ലെങ്കിൽ, നമ്മൾ 390 കുറച്ചു. ബട്ട് KTM ചെയ്ത നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ 398cc അങ്ങനെ തന്നെ വെച്ചു. അവരതിന് പുതിയ പേരിട്ടാണ് വിളിക്കുന്നത്, KTM Duke 390R. യെസ്, നിങ്ങൾക്ക് 398cc വേണമെങ്കിൽ നിങ്ങൾ R എടുക്കുക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എടുക്കുക. ഒരുപാട് പവർ വ്യത്യാസമൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. CC ഡൗൺഗ്രേഡ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായിരുന്ന 373 മാറ്റിയിട്ട് ഇപ്പോൾ 349 ആക്കി. അതെങ്ങനെ അവർ അച്ചീവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോറിലൊന്നും തൊട്ടിട്ടില്ല. ലൈക്ക് ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ആണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈറ്റാണ്. സോ ഇവർ ഈ ഒരു ഹൈറ്റ് റെഡ്യൂസ് ചെയ്തു. നേരത്തെ ഐ തിങ്ക് 60 mm ആയിരുന്നു, അതിൽ നിന്ന് 56 ആയിട്ട്, എന്തോ 50 ആയിട്ട് മില്ലിമീറ്റർ ആയിട്ട് കുറച്ചു. അങ്ങനെയാണ് അവർ ആ ഒരു CC 27 or 23 cc അവർ റെഡ്യൂസ് ചെയ്തത്. പവർ ഫിഗേഴ്സിൽ മാറ്റമുണ്ട്. പ്രീവിയസ് വെച്ച് ഞാൻ പറയുമ്പോഴത്തേക്കും ഐ തിങ്ക് ഓൾമോസ്റ്റ് ക്ലോസ് ടു 1 bhp കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ടോർക്കിൽ കുറവുണ്ട്. നേരത്തെ 35 തന്നെ ടോർക്കായിരുന്നു, അതിപ്പോൾ കുറഞ്ഞിട്ട് 33.2 ആയി, വിച്ച് ഇസ് ഷെയിം. കാരണം ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് ടോർക്ക് അത്യാവശ്യമാണ്. കാരണം ഇതൊരു സ്ട്രോക്ക് കുറഞ്ഞല്ലോ. സോ ഹിസ് മോർ ലൈക്ക് ആൻ ഓവർ സ്ക്വാഡായിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ആ ടോർക്കിൻ്റെ അഭാവത. അതുകൂടാണ്ട് വന്നൊരു അപ്ഡേറ്റ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടിയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 3 കിലോളം ഒരു വെയിറ്റ് കുറച്ചു. അതെങ്ങനെ കുറച്ചെന്ന് നോക്കിയിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏകദേശം പ്രീവിയസ്ലി 193 കിലോ ആയിരുന്നു, ഇപ്പോൾ 190 കിലോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 3 കിലോ കുറഞ്ഞു. അത് കയറിയിരിക്കുമ്പോൾ സത്യമായിട്ട് അറിയണില്ല. എന്താണ് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ ഒരു റിഫൈൻമെൻറ്റ് ലെവൽസ് ആണ്. യെസ്, പ്രീവിയസ് വെച്ച് ഞാൻ പറയുമ്പോഴത്തേക്കും റിഫൈൻമെൻറ്റ് ലെവൽസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ആ വിസിൽ നോട്ടൊക്കെ ഇപ്പോൾ ഭയങ്കര ഒബ്വിയസ് ആണ്. ഭയങ്കര വിസിൽ നോട്ടായിട്ട് കൂടിയിട്ടുണ്ട്. വിസിൽ നോട്ട് ഭയങ്കരമാണ്. അതുകൂടാണ്ട് തന്നെ വൈബ്രേഷൻ ലെവൽസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബസ് ഉണ്ടായിരുന്നില്ലേ, ബിലോ 5000 RPM, ഒരു 4000-ലൊക്കെ ആ ഒരു ബസ് അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്തിട്ടില്ല. ചെറുതായിട്ട് ബസ് ഫീൽ ചെയ്യാൻ പറ്റും, ബട്ട് നന്നായിട്ട് അവർ കുറച്ചിട്ടുണ്ട്. സോ ഇതാണ് 2026 ബജാജ് കൊണ്ടുവന്ന മാറ്റം നമ്മുടെ ഡോമിനാർ 400-ന്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. യെസ്, ഇപ്പോഴും വണ്ടി ഡോമിനാർ 400 തന്നെയാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേര് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആണ്. D400 എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരു എനിക്കൊന്ന് ബൈക്ക് വരാന്തന്മാരുടെ ഇടയിൽ തന്നെ ഭയങ്കര ഫേമസ് ആണ്. സോ ഇതിന് വേണ്ടി ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്തു, ഒരുപാട് ക്യാമ്പയിനെ ക്രിയേറ്റ് ചെയ്തു, എല്ലാവർക്കും ഇടയിലും ഫേമസ് ആണ്. സോ ഈ പേരിങ്ങനെ ഇടയ്ക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും ആൾക്കാരുടെ ഇടയിൽ. D350 ഡോമിനാർ 350 അത് 250 അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇവർ പേര് റീറ്റേൺ ചെയ്തത്. പിന്നെ ശ്രദ്ധിക്കുക, ഈ 400 എന്ന് പറയുന്നത് വണ്ടിയുടെ പേരാണ്. ഈ ഒരു 400 വണ്ടിയുടെ CCനെ ഡിനോട്ട് ചെയ്യുന്നത്. നിഞ്ച 500 എന്ന് പറഞ്ഞ വണ്ടി ആക്ച്വലി 451cc ആണ്. സോ ആ പേരായിട്ട് വല്ല ബന്ധമുണ്ടോ? അതെ, പേരിൽ എന്ത് കാര്യം, അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, വേറെ നോക്കുവാണെങ്കിൽ വണ്ടിക്ക് യാതൊരു മാറ്റമില്ല. ഇറ്റ്സ് സെയിം. കളർ പോലും മാറ്റിയില്ല. ആ പഴയ ആ ഒരു അറോറ ഗ്രീൻ ആൻഡ് ഷാർക്കോൾ ബ്ലാക്ക് ആണ് ഇപ്പോഴും കിട്ടുന്നത്. 2026 സ്റ്റാൻഡേർഡിലും ഈ ഒരു വണ്ടി കാണാനുണ്ടല്ലോ, ഒരു രക്ഷയില്ല. നിങ്ങൾ തന്നെ നോക്കുക, വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. നല്ലൊരു ബൾക്കിയറിലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, യെസ്, പ്രൈസ് ഇപ്പോൾ ഏകദേശം 10 രൂപയോളം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 2,74,000 രൂപയാണ്. നിങ്ങൾക്ക് ഒരു 35,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഇറക്കാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് വണ്ടിയിൽ ഒന്ന് കയറി കാണിച്ചു തരാം.
ഞാൻ പറഞ്ഞ പോലെ നിങ്ങളതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എളംകുളത്തുള്ള പോപ്പുലർ ബജാജിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ ഇതാണ് ഞാൻ കയറി നിന്നിട്ടുള്ള വ്യൂ. വണ്ടിക്ക് സീറ്റായിട്ട് വരുന്നത് ഐ തിങ്ക് 800 mm ആണ്. അത് വളരെ കുറവാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാനായിട്ട് പറ്റും. സി പ്ലാനറ്റ് ഫുട്ടാണ്. കാല് കയറ്റിയൊക്കെയാണെങ്കിൽ കണ്ടോ, റിയർ സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇരിക്കുന്നതിൻ്റെ നേരെ താഴെയാണ് വരുന്നത്. ഐ വിഷ് ഈ ഒരു ഫുഡ് പെക്സ് കുറച്ചും കൂടി ഒന്ന് താന്നായിരുന്നെങ്കിൽ ബെറ്റർ ആയാനെ. ഈ ഒരു ഭാഗത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയാനെ. ഇത് ഈ ഒരു 5.9 അല്ലെങ്കിൽ 5-6 ഫീറ്റ് മേലുള്ളവർക്ക് ചിലപ്പോൾ ഒന്ന് ക്രാംപ്ഡായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. താഴെയുള്ളവർക്ക് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഫുഡ് പെക്സ് കുറച്ചൊന്ന് താഴ്ത്തിയാണെങ്കിൽ നൈസ് ആയാനെ. പിന്നെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഇപ്പോൾ ഇവിടെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയല്ല, ഈ ഒരു ഭാഗത്ത് ടാങ്കിൻ്റെ മുകളിലായിട്ട് നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഉന്തി കൊണ്ടൊക്കെ കിടക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടല്ല തോന്നിയേക്കാം. നമുക്ക് ഒരുപാട് അപ്രൈറ്റ് അല്ല, നമ്മൾ 390 അഡ്വഞ്ചറിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇത് കുറച്ചൊന്ന് സ്പോർട്ടിയർ ആണ്, കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പറയാനുള്ളത് എൻ്റെ പേഴ്സണലാണ് കേട്ടോ. എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഫുഡ് പാക്സ് ഒന്ന് കുറച്ച് താഴ്ത്തിയിട്ട് സീറ്റായിട്ട് ഒന്ന് കൂട്ടി കഴിഞ്ഞാണെങ്കിൽ ബെറ്റർ ആയനെ. എൻ്റെ ഒപ്പീനിയനാണ്. ഒരു 815 അല്ലെങ്കിൽ ഒരു ക്ലോസ് ടു 820 ഒക്കെ ഉണ്ടെന്നായിരുന്നെങ്കിൽ ബെറ്റർ ആയനെ. കാരണം ഈ ഒരു സീറ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ലോപ്പിയർ ആണ്. ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നാൽ ഊർന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. ഇത് കണ്ടോ, സീറ്റ് കുറച്ചൊന്ന് സ്ലോപ്പിയർ ആണ്. പിന്നെ പില്ലൺ സീറ്റ് നോക്കുവാണെങ്കിൽ ഒരുപാട് നേരം പോയി കഴിഞ്ഞാൽ കുറച്ചൊന്ന് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ചൊന്ന് ഹാർഡാണ്. അത് കൂടാണ്ട് തന്നെ ഈ ഒരു കംഫർട്ട് ഉണ്ടല്ലോ ഈ ബാക്കിലേക്ക് കിട്ടുന്നില്ല. സോ സീറ്റൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് പില്ലണ് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ. അല്ല ഷോർട്ട് റൈഡ് ലൈക്ക് ഒരു 100 കിലോമീറ്ററൊക്കെ പോവുകയാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല. പിന്നെ എന്നാ പറയുക, ഫ്രണ്ടിലൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു സെയിം USD4 കാറിലെ കാണാനായിട്ട് പറ്റും. ആ ഒരു 43 mm വളരെ ചങ്കിയായിട്ടുള്ള USD4 കാണാം. പിന്നെ ബാക്കിൽ നമുക്ക് എൻഡൂറൻസിൻ്റെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള, അത് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്, ശ്രദ്ധിക്കുക. 6 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കും വരുന്നുണ്ട്. ഇത് കിടക്കുന്നത് ഇപ്പോൾ ഒരു കുറച്ചൊന്ന് മീഡിയം സൈഡിലാണ്. ഫ്രണ്ട് കുറച്ച് മീഡിയമാണ്, ബാക്ക് കുറച്ച് മീഡിയം ടു സോഫ്റ്റ്. അതിൻ്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക. മിക്കവരും ഇങ്ങനെയുള്ള പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ട് പോലും തൊടാത്തവരെനിക്കറിയാം. ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ 99% പേരും, എന്തിന് 99.99% ആൾക്കാർ പോലും പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാറില്ല. ആക്ച്വലി ചെയ്യണം. കാരണം ഈ ഒരു വണ്ടിയുടെ കംഫർട്ട്, അതായത് ബജാജ് പറയുന്ന കംഫർട്ട് കിട്ടണമെങ്കിൽ നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. സോ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ച് നോക്കുക. സെയിം ടയർ പ്രൊഫൈൽ 110 150 തന്നെയാണ്. ബട്ട് സാഡ്ലി ഇതിന് ഇപ്പോഴും MRFൻ്റെ റെഫ്സ് ആണ് വരുന്നത്. അത് പറയാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NS 400 ഉണ്ടല്ലോ, നമുക്ക് ആക്ച്വലി അപ്പോളോ H1 വരുന്നുണ്ട്. അത് ഇതിലും പ്രൈസ് കുറവാണ്, ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് പോലും അതിന് ബെറ്റർ ടയേഴ്സാണ് വരുന്നത്. പിന്നെ എന്നാ പറയുക, താഴെ നോക്കുകയാണെങ്കിൽ ഒരു ബാഷ് പ്ലേറ്റ് കാണാം. നമുക്ക് സൈഡ് പ്ലാസ്റ്റിക്കും ഇത് മെറ്റലുമാണ് വരുന്നത് നടുക്ക്. പിന്നെ ആ ഒരു എൻജിൻ ടോർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 35 നിന്ന് ഏകദേശം 33 32 സംതിങ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതും ഇരിക്കുന്നത് 1000 RPM ഐ തിങ്ക് മുകളിലായിരിക്കുന്നത്. സോ ലോ ആൻഡ് ടോർക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഈ വണ്ടിക്ക് ആക്ച്വലി ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, ഈ വണ്ടി ടൈറ്റ് ട്രാഫിക്കിൽ സ്ലോ സ്പീഡ് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 30 ലിറ്റേഴ്സിൻ്റെ ടാങ്ക്. ഫ്യൂവൽ എഫിഷ്യൻസി കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജ് പറയുന്നു 5% ഇൻക്രിമെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 1-2 കിലോമീറ്റർ അധികം കിട്ടിയാൽ കിട്ടി. പിന്നെ പിന്നിൽ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു അലുമിനിയം സുങ്കാം കാണാം. വളരെ വലിയ സുങ്കാമാണ് കേട്ടോ. പിന്നെ 157 ടയർ 17 അലോയ്സ് ആണ്. നമുക്ക് മെഷീൻ കട്ട് ഫിനിഷ് ഒക്കെ വരുന്നുണ്ട്, കാണാനായിട്ട് പറ്റും. ഈ പ്രീമിയം കാറിലൊക്കെ കണ്ടിരുന്ന പോലത്തെ ഒരു മെഷീൻ കട്ട് ഫിനിഷ് ബാക്കിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധനം ഭയങ്കര ഹെവിയറാണ്. പിന്നെ സെയിം LED ബ്ലിങ്കർ, സെയിം ടെയിൽ ലൈറ്റ്, അതിലൊന്നും വ്യത്യാസമില്ല. പിന്നെ ആ ഒരു എക്സൈസ് സെയിം ആയിട്ടുള്ള 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ്. ഓഫ് കോഴ്സ് വണ്ടിക്ക് സാഡ്ലി നമ്മുടെ ബജാജ് NS 400 വന്ന പോലത്തെ ആ ഒരു പവർ ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് സെൻസ് ചെയ്തിട്ട് ക്ലച്ചിൽ സബ്സ്റ്റിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇതിൽ വന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചു ഇതിൽ കൊണ്ടുവരുന്നു, ബട്ട് പവർ ഷിഫ്റ്റ് ഇതിലില്ല. അപ്പോൾ ഗായ്സ് ഇതാണ് വണ്ടിയുടെ ഹാൻഡിൽ ബാർ അവസ്ഥ. കാണാമല്ലോ, ഇതിലൊന്നും മാറ്റില്ല. നമുക്ക് ഇപ്പോഴും പാസ്, പിന്നെ കൺസോൾ ടോഗിൾ ചെയ്യാൻ അപ്പ് ആൻഡ് ഡൗൺ സെറ്റ്, ബാക്ക് ഇൻഡിക്കേറ്റർ കാണാം, ഹോൺ കാണാം, പിന്നെ കോഷൻ ലാമ്പ് ഉണ്ട്, എൻജിൻ ഗിയർ സ്വിച്ച് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ ലോ ബീം ആക്കാനുള്ളൊരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കൺസോള്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു മൊബൈൽ ഹോൾഡറിലെ അതവരെടുത്ത് കളഞ്ഞിട്ടോ, ആ ഒരു ഡിസ്പ്ലേ മാറ്റിയപ്പോഴത്തേക്കും. ഇത് നമ്മൾ NS 400 കണ്ടുവന്നത്തെ സെയിം കൺസോളാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കാണാനായിട്ട് പറ്റും. ബ്ലൂടൂത്ത് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്,
4 റൈഡ് മോഡ് വരുന്നുണ്ട്. സ്പോർട്ട്, റോഡ്, സ്പോർട്ട്, റെയിൻ, ഓഫ് റോഡ്. ഇതിൽ സ്പോർട്ടിലിട്ട് ഓടിക്കണം കേട്ടോ. ശരിക്കും ഒരു ക്രിസ്പായിട്ടുള്ള ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടാനായിട്ട് നമുക്ക് സ്പോർട്ടിലിട്ട് ഓടിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുകയാണെങ്കിൽ ഉറപ്പ് വരുത്താൻ വണ്ടി സ്പോർട്ടിൽ കിടക്കണം, എന്നാലേ ഒരു ഫുൾ പവർ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പറയാൻ റീസൺ ഈ വണ്ടിക്ക് കണ്ടോ ഒരു ഫിസിക്കൽ കേബിളോ കാര്യങ്ങളൊന്നുമില്ല, റൈഡ് ബൈ വയറാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ 4 മോഡാണ് കിട്ടിയത്. പിന്നെ കാണാമല്ലോ ട്രക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ ഡ്യുവൽ ചാനൽ ABS ഉണ്ട്, പിന്നെ എന്നാ പറയുക നമ്മൾ ടോഗിൾ ചെയ്യുകയാണെങ്കിൽ ട്രിപ്പ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും, ഡിസ്റ്റൻസ് MT കാണാനായിട്ട് പറ്റും, പിന്നെ വെഹിക്കിൾ ഇൻഫോ, കണക്ടിവിറ്റി. ഞാൻ പറഞ്ഞു നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരും. ഇതിനകത്ത് മ്യൂസിക് കൺട്രോൾ ഉണ്ട്, അതായത് നെക്സ്റ്റൊക്കെ അടിക്കാനായിട്ട് പറ്റും ഇവിടെ. പിന്നെ എന്നാ ട്രിപ്പ് ആൻഡ് ബൈക്ക്, ലാപ്പ് ടൈമർ ഉണ്ട്, എന്തിന്. പിന്നെ സെറ്റിങ്സിൽ ഫേവറേറ്റ്, ക്വിക്ക് സെലക്ട്, ക്ലോക്ക്, ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റുമോ? ഹൈ ആണ് കിടക്കണത്. എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, നല്ല രസമുണ്ടോ. ഞാൻ ശരിക്കും ഇങ്ങനെ അടുത്തുനിന്ന് കാണിച്ചു തരാം. കണ്ടോ നല്ലൊരു പിക്സൽ ക്വാളിറ്റിയൊക്കെ തോന്നുന്നുണ്ട്. ബട്ട് ഇതിനകത്തേക്ക് വരുമ്പോണ്ടല്ലോ ഒരുമാതിരി ഒരു സുഖമില്ല കാണാനായിട്ട്. അവർക്ക് ഇതൊന്ന് ബെറ്റർ ആക്കായിരുന്നു ഈ ഒരു ഡിസ്പ്ലേ. അത് തെറിച്ചിരിക്കണം ബ്ലൂ കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് എസ്പെഷ്യലി നമ്മൾ ഈ വണ്ടി ഇങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ അത് കണ്ടോ ചെറുതായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഫോണിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് കൺസോളിൻ്റെ അവസ്ഥ. വേറെ എന്നാ പറയുക, ബാക്കി മോറലെസ് സെയിം ആണ്. ഈ ഒരു വണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളത്തുള്ള പോപ്പുലർ ബജാജിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, പുതിയ NS 350 വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറെ ദിവസം ചെയ്യാം കേട്ടോ ഇതിൻ്റെ വീഡിയോ. നമ്മുടെ ക്ലച്ച്ലെസ് അകത്ത് വന്നിട്ടുണ്ട്, ഫുള്ളി വീഡിയോ നിൽക്കുകയാണ്. ഇതിലും സെയിം അപ്ഡേറ്റ് തന്നെയാണ്. ഇതിന് പവർ ഷിഫ്റ്റ് ഉണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഡെഡിക്കേറ്റഡ് ക്വിക്ക് ഷിഫ്റ്റർ അല്ല, ലൈക്ക് ആ ഒരു ഗിയർ പൊസിഷൻ സെൻസർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പോളോ ആൽഫ H1 ആണ് യൂസ് ചെയ്യുന്നത്. 150 സെക്ഷൻ, 150 60 ഫ്രണ്ടിൽ 110 അപ്പോൾ H1 ആണ്. പിന്നെ വണ്ടിയുടെ ബ്രേക്ക് പാഡ്സ് മാറിയിട്ടുണ്ട്, അവർ സിൻഡേഡ് ആക്കി. ഗ്രമേക്കയുടെ കാലിപ്പറാണ് കേട്ടോ, ശ്രദ്ധിക്കുക, സിൻഡേഡ് ആക്കിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു ബ്രേക്ക് ഫീഡ്ബാക്ക് പോരാന്നുള്ള. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇതിന് മുന്നേ നമ്മുടെ എന്താ പറയുക ലൈറ്റർ പിസ്റ്റൻസും പിന്നെ നിക്കസൽ കോട്ടിംഗ് ഒക്കെ വന്നായിരുന്നു. അത് ഇതിലുണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, സ്ട്രോക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ കൊച്ചിയിൽ നമുക്ക് ഓൺ റോഡ് വരുന്നത് 2,39,000 രൂപയാണ് കേട്ടോ. ആബ്സല്യൂട്ട് വാല്യൂ ഫോർ മണിയാണ്, പറയാനൊന്നുമില്ല. അടിപൊളിയാണ് ഈ ഒരു വിലയ്ക്ക് ഉണ്ടല്ലോ. ഇതിൻ്റെ പവറും ഇതിൻ്റെ ഒരു പെർഫോമൻസും ഈ ഒരു ടയറും എല്ലാം കൊണ്ടും തന്നെ വാല്യൂ ഫോർ മണി. അതിൻ്റെ അപ്പുറത്തേക്കൊരു വേർഡില്ല. ഓഫ് കോഴ്സ് പാർട്ട് ഷെയറിംഗ് ഉണ്ട്, നമ്മുടെ NS 200 ഒരുപാട് പാർട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റിൽ വണ്ടി ഇറക്കാൻ പറ്റിയത്.